ബൈക്ക് യാത്രികരുടെ ദേഹത്ത് ചളിത്തെറിച്ചെന്നാരോപിച്ച് ബസ് ഡ്രൈവർക്ക് മർദ്ദനം. കൊടുങ്ങല്ലൂർ പറവൂർ റൂട്ടിൽ സ്വകാര്യ ബസ്സുകൾ മിന്നൽ പണിമുടക്കി. തെരുവുനായ പ്രശ്നത്തിൽ ദയാവധം നടത്താമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം.ബി. രാജേഷ്. രോഗബാധിതമായ നായ്ക്കളെ ദയാവധം നടത്താൻ സർക്കാർ അനുമതി നൽകി. തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ഡിജിപിയുടെ റിപ്പോർട്ട് ശരിവെച്ച് ആഭ്യന്തര സെക്രട്ടറി. എഡിജിപി എം. അജിത് കുമാറിനെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ട് ആഭ്യന്തര സെക്രട്ടറി മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് കൈമാറി. പാർട്ടി നേതൃത്വവുമായി ഇടഞ്ഞ സി മുകുന്ദൻ എംഎൽഎയെ അനുനയിപ്പിക്കാൻ സിപിഐ നേതൃത്വം. സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം സി മുകുന്ദനുമായി ചർച്ച നടത്തി. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് നടത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. 4 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് പരിക്കേറ്റു. രാമായണ പുണ്യവുമായി നാളെ കർക്കിടകം 1. വടക്കുനാഥ ക്ഷേത്രത്തിൽ ആനയൂട്ട് നാളെ നടക്കും. ഊട്ടിൽ പങ്കെടുക്കുന്നത് 60ഓളം ആനകൾ. ആനയൂട്ട് TCVയിൽ തത്സമയം. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം അതിശക്തമായ മഴയ്ക്ക് സാധ്യത. ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലർട്ട്. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. ബൈക്ക് യാത്രികരുടെ ദേഹത്ത് ചെളിത്തെറിപ്പിച്ചെന്നാരോപിച്ച് ബസ് ഡ്രൈവർക്ക് മർദ്ദനം. കൊടുങ്ങല്ലൂർ പറവൂർ റൂട്ടിൽ സ്വകാര്യ ബസ്സുകളുടെ മിന്നൽ പണിമുടക്ക്. കൊടുങ്ങല്ലൂർ പറവൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന രാജ്കിരൺ എന്ന ബസ്സിലെ ഡ്രൈവർ കിഷോറിനാണ് മർദ്ദനമേറ്റത്. എറണാകുളം ജില്ലയിലെ വടക്കേക്കര ചക്കുമരശ്ശേരിയിലായിരുന്നു സംഭവം. ദേഹത്ത് ചെളിത്തെറിപ്പിച്ചു എന്നാരോപിച്ച് ബൈക്ക് യാത്രക്കാരാണ് ബസ്സിൽ കയറി കിഷോറിനെ മർദ്ദിച്ചത്. സംഭവത്തെ തുടർന്ന് കൊടുങ്ങല്ലൂർ പറവൂർ റൂട്ടിൽ സ്വകാര്യ ബസ് ജീവനക്കാർ മിന്നൽ പണിമുടക്ക് നടത്തുകയാണ്. തൊഴിലാളികളുടെ ഒരു പ്രതിഷേധം. കാരണം ഇപ്പൊ ഒരു 6-7 മാസമായി നമ്മുടെ റോഡിന്റെ ശോചനാവസ്ഥ. കുണ്ടും കുഴികളും പറഞ്ഞാണ്. കരിമീൻ കുഴി പോലെയാണ് റോട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ. ഞങ്ങൾക്ക് പണിയെടുക്കാൻ പറ്റണില്ല. പണിയെടുക്കാൻ പറ്റാണ്ടാണ് പണിയെടുക്കാൻ പറ്റാണ്ട് ഞങ്ങൾക്ക്. കാരണം അത്രയും കുണ്ടും കുഴികളാണ് നമ്മുടെ റോഡ്. കുണ്ടും കുഴികളാണ്. ഇത് ഇന്നൊരു സംഭവം ഉണ്ടായിരുന്നു. ഞങ്ങളൊരു തൊഴിലാളിനെ 2 പേര് 2 വീലർ വന്നിട്ട് വെള്ളം തെറിച്ചെന്നും പറഞ്ഞിട്ട് ആ തൊഴിലാളിനെ മർദ്ദിച്ച് അതിൻ്റെ ബസ്സിൻ്റെ ഗ്ലാസ് പിടിച്ച് ഹെൽമെറ്റ് കൊണ്ട് തല്ലി. അത് ഞങ്ങൾ സഹിച്ചു. ഇന്ന് ഒരു തൊഴിലാളിക്ക് സംഭവിച്ചത് നാളെ ഞങ്ങൾക്ക് സംഭവിക്കില്ലേ? ഞങ്ങൾക്ക് എന്തോ ഉറപ്പുണ്ട്? ഒരു ഗവൺമെന്റിൽ നിന്നോ ഞങ്ങളെ മുതലാളിമാരെന്നോ ഞങ്ങൾക്കൊരു ഉറപ്പില്ല. മുതലാളിമാർക്ക് ഓടിച്ചെത്തിക്കാൻ ആൾക്കേ പണിയുള്ളൂ, അല്ലെങ്കിൽ വേറെ ആള്. കാച്ചുള്ള കണ്ടക്ടർക്കേ പണിയുള്ളൂ, അല്ലെങ്കിൽ വേറെ കണ്ടക്ടർ. ഇതാണ് മുതലാളിമാരിത്. ഞങ്ങളുടെ പേരിൽ തന്നെ വേദന അടയ്ക്കേണ്ടതെന്ന് പോലും അറിഞ്ഞൂടാ അല്ലേ? നമ്മൾ എത്ര പേര് വേദന അടയ്ക്കുന്നില്ല എങ്കിലും ഞങ്ങൾ വെളുപ്പിന് 4 മണിക്ക് എണീറ്റ് വന്നിട്ട് 11 മണിയാവും ഞങ്ങൾ വീട്ടിൽ പോകുമ്പോൾ. ഞങ്ങളുടെ പ്രധാന ആവശ്യം തന്നെ റോഡുകളിലെ കുഴി അടയ്ക്കലാണ്. പിന്നെ നമ്മുടെ കൂട്ടിയ സുഹൃത്തിന് ഇങ്ങനൊരു സംഭവം പറ്റിയാരണം നമ്മൾ പ്രതിഷേധമായിട്ട് മതി വരുന്നു. പക്ഷേ ഈ റോഡിലെ കുഴി അടയ്ക്കാണ്ട് നാളെയും ഇതിനെ സംഭവിച്ചുകൊണ്ടിരിക്കും. നമ്മൾ ഈ സമയത്ത് പോലും ഞങ്ങൾ ഭക്ഷണം പോലും കഴിക്കാൻ രാവിലെ എട്ട് വന്നാണ്. രാവിലെ ഒരു ചായ കടി എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടാവാറില്ലൊക്കെ. ഭക്ഷണം പോലും കഴിക്കാനാണ് ഇപ്പോൾ നിൽക്കണത് ഞങ്ങളോട്. തെരുവുനായ പ്രശ്നത്തിൽ ദയാവധം നടത്താമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം.ബി. രാജേഷ്. രോഗബാധിതമായ നായ്ക്കളെ ദയാവധം നടത്താൻ സർക്കാർ അനുമതി നൽകി. വെറ്ററിനറി വിദഗ്ധന്റെ സാക്ഷ്യപത്രത്തോടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് തെരുവു നായ്ക്കളെ ദയാവധം നടത്താമെന്ന് മന്ത്രി പറഞ്ഞു. തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ഡിജിപിയുടെ റിപ്പോർട്ട് ശരിവെച്ച് ആഭ്യന്തര സെക്രട്ടറി. എഡിജിപി എം. അജിത് കുമാറിനെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് ആഭ്യന്തര സെക്രട്ടറി മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് കൈമാറി. പൂരം അലങ്കോലപ്പെട്ടിട്ടും എം. അജിത് കുമാർ ഇടപെടാത്തത് കർത്തവ്യ ലംഘനമെന്നാണ് ഡിജിപിയുടെ റിപ്പോർട്ട്. ഇത് ആഭ്യന്തര സെക്രട്ടറിയും ശരിവെച്ചു. പൂരം അലങ്കോലപ്പെട്ടതിൽ എഡിജിപി എം. അജിത് കുമാറിനെ ഗുരുതര വീഴ്ച സംഭവിച്ചെന്നായിരുന്നു ഡിജിപിയുടെ കണ്ടെത്തൽ. പ്രതിസന്ധിക്ക് പരിഹാരം തേടി റവന്യൂ മന്ത്രി വിളിച്ചിട്ട് അജിത് കുമാർ ഫോൺ എടുത്തില്ലെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു. തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതിൽ സർക്കാർ ത്രിതല അന്വേഷണം പ്രഖ്യാപിച്ച് 1 വർഷത്തോടടുക്കുമ്പോഴാണ് റിപ്പോർട്ട് പുറത്തുവരുന്നത്. പാർട്ടി നേതൃത്വവുമായി ഇടഞ്ഞ സി മുകുന്ദൻ എംഎൽഎയെ അനുനയിപ്പിക്കാൻ സിപിഐ നേതൃത്വം. സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം സി മുകുന്ദൻ എംഎൽഎയുമായി ചർച്ച നടത്തി. തിരുവനന്തപുരത്ത് നടക്കുന്ന സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിന് മുന്നോടിയായാണ് ചർച്ച നടത്തിയത്. വിഷയത്തിൽ പറയാനുള്ളതെല്ലാം നേതൃത്വത്തോട് പറഞ്ഞെന്നും ഇനി പാർട്ടി എന്ത് നിലപാടെടുത്താലും അത് അംഗീകരിക്കുമെന്നും സി മുകുന്ദൻ പറഞ്ഞു. ഇരിങ്ങാലക്കുടയിൽ നടന്ന സിപിഐ ജില്ലാ സമ്മേളനത്തിൽ നിന്ന് സി മുകുന്ദൻ എംഎൽഎ ഇറങ്ങിപ്പോയിരുന്നു.
ജില്ലാ കൌൺസിലിൽ നിന്നും ഒഴിവാക്കിയതിൽ പ്രതിഷേധിച്ചായിരുന്നു ഇറങ്ങിപ്പോക്ക്. മുൻ മന്ത്രിക്കെതിരെയും മുൻ ജില്ലാ സെക്രട്ടറിക്കെതിരെയും CC മുകുന്ദൻ MLA നടത്തിയ പരാമർശങ്ങൾ CPI ജില്ലാ നേതൃത്വത്തിന്റെ കടുത്ത അതൃപ്തിക്ക് ഇടയാക്കിയിരുന്നു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. 4 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് പരിക്കേറ്റു. പുതുക്കാട് ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ അഴിമതി വിജിലൻസ് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് യൂത്ത് കോൺഗ്രസ് പുതുക്കാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തിയത്. പുതുക്കാട് സെന്ററിൽ നിന്ന് ആരംഭിച്ച മാർച്ച് പോലീസ് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് സമീപം തടഞ്ഞതോടെയാണ് പോലീസും പ്രവർത്തകരും തമ്മിൽ സംഘർഷം നടന്നത്. ബാരിക്കേഡ് മറികടന്ന് പ്രവർത്തകർ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഫൈസൽ ഇബ്രാഹിം, സംസ്ഥാന സെക്രട്ടറി ജെറോം ജോൺ എന്നിവരെ പോലീസ് കയ്യേറ്റം ചെയ്തുവെന്നാരോപിച്ച് പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കുതർക്കം നടന്നു. 5 പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഉപരോധ സമരം DCC ജനറൽ സെക്രട്ടറി ശോഭ സുബിൻ ഉദ്ഘാടനം ചെയ്തു. പുതുക്കാട് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഫൈസൽ ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറിമാരായ K ഗോപാലകൃഷ്ണൻ, TM ചന്ദ്രൻ, സെബി കൊടിയൻ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ ഹരൺ ബേബി, പ്രതീഷ് പണ്ടാരത്തിൽ, ജിജോ പുന്നക്കര എന്നിവർ സംസാരിച്ചു. TCV ന്യൂസ്, പുതുക്കാട്. രാമായണ മാസാചരണത്തിന് നാളെ തുടക്കമാകും. രാമായണ മാസത്തെ വരവേൽക്കാൻ ക്ഷേത്രങ്ങളും ഹൈന്ദവ ഭവനങ്ങളും ഒരുങ്ങി. ഭക്തിയും വ്രതപുണ്യവും നിറയുന്ന രാമായണ പാരായണ പുണ്യകാലമാണ് ഇനി. ശ്രീരാമലക്ഷ്മണന്മാർ പിതാവ് ദശരഥനായി പിതൃതർപ്പണം ചെയ്തതെന്ന് കരുതുന്ന കർക്കടക വാവുബലി ഇത്തവണ 24-നാണ്. രാമായണ പാരായണം, വിശേഷാൽ പൂജകൾ, രാമായണ പ്രശ്നോത്തരി തുടങ്ങി വിവിധ പരിപാടികൾ ക്ഷേത്രങ്ങളിലും സ്ഥാപനങ്ങളിലുമായി ഈ മാസം സംഘടിപ്പിച്ചിട്ടുണ്ട്. വടക്കുംനാഥ ക്ഷേത്രത്തിലെ ആനയൂട്ട് നാളെ നടക്കും. 60ഓളം ആനകൾ ഊട്ടിൽ പങ്കെടുക്കും. ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ ശങ്കരനാരായണ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമാകുക. 12,008 നാളികേരം, 2000 കിലോ ശർക്കര, 2000 കിലോ അവിൽ, 500 കിലോ മലർ, 60 കിലോ എള്ള്, 50 കിലോ തേൻ, ഗണപതി നാരങ്ങ, കരിമ്പ് തുടങ്ങിയവ ഉപയോഗിച്ച് 60 പേർ ചേർന്നാണ് അഷ്ടദ്രവ്യം തയ്യാറാക്കുന്നത്. ആനയൂട്ട് TCV തത്സമയം സംപ്രേക്ഷണം ചെയ്യും. ഇരട്ട ന്യൂനമർദ്ദം രൂപപ്പെട്ടതിനെ തുടർന്ന് സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഒറ്റപ്പെട്ട അതിശക്ത മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. ഒറ്റപ്പെട്ടയിടങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. തൃശൂർ, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടാണ്. മറ്റ് ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാജസ്ഥാന് മുകളിലും തെക്കു പടിഞ്ഞാറൻ ബീഹാറിലും കിഴക്കൻ ഉത്തർപ്രദേശിനു മുകളിലായാണ് ന്യൂനമർദ്ദം രൂപപ്പെട്ടിരിക്കുന്നത്. സാങ്കേതിക തടസ്സങ്ങൾ മാറിയതിനെ തുടർന്ന് തൃശൂർ മൃഗശാലയിൽ നിന്ന് പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് അടുത്തയാഴ്ച മുതൽ വീണ്ടും മൃഗങ്ങളെ മാറ്റി തുടങ്ങും. ഇത് സംബന്ധിച്ച കേന്ദ്ര മൃഗശാല അതോറിറ്റിയുടെ ഉത്തരവ് ലഭിച്ചു. കഴിഞ്ഞ ഒക്ടോബറിൽ തൃശൂർ മൃഗശാലയിൽ നിന്ന് മാറ്റിയ പക്ഷിമൃഗാദികളിൽ ചിലത് ചത്തതിനെ തുടർന്ന് മൃഗങ്ങളെ മാറ്റുന്നത് നിർത്തിവെക്കുകയായിരുന്നു. സ്വാഭാവിക ആവാസ വ്യവസ്ഥ സംരക്ഷിക്കാനുള്ള സ്ഥലമടക്കം പൂർത്തിയായ സാഹചര്യത്തിലാണ് മൃഗങ്ങളെ മാറ്റുന്നത് പുനരാരംഭിക്കുന്നത്. പുള്ളിമാൻ, കലമാൻ, പന്നിമാൻ, മ്ലാവ് എന്നിവയാണ് മാറ്റുന്നത്. ബോമ രീതിയിലാണ് മാറ്റം. അതിനിടെ തിരുവനന്തപുരം മൃഗശാലയിൽ നിന്ന് ഒരു കാട്ടുപോത്തിനെ കൂടി സുവോളജിക്കൽ പാർക്കിൽ എത്തിച്ചു. ഇതോടെ സുവോളജിക്കൽ പാർക്കിലെ കാട്ടുപോത്തുകളുടെ എണ്ണം 3ആയി. തൃശൂർ, തിരുവനന്തപുരം മൃഗശാലകളിൽ നിന്ന് 439 പക്ഷിമൃഗാദികളെയും കർണാടകയിൽ നിന്ന് കടുവ, കരടി, കാട്ടുനായ എന്നിവയെ അടുത്ത മാസം എത്തിക്കും. അതിരപ്പിള്ളി വെറ്റിലപ്പാറ 13 ജനവാസ മേഖലയിൽ കാട്ടാനകൾ ഇറങ്ങി കൃഷി നശിപ്പിച്ചു. ഒരു മാസമായി പ്രദേശത്ത് നിലയുറപ്പിച്ച 2 ആനകളാണ് ബുധനാഴ്ച പുലർച്ചെ വീട്ടുപറമ്പുകളിൽ എത്തിയത്. കൊച്ചുപറമ്പിൽ ശ്യാമളന്റെ വീട്ടുമുറ്റത്തെ തെങ്ങുകളും വാഴകളും കാട്ടാനകൾ നശിപ്പിച്ചു. ആളുകൾ ബഹളമുണ്ടാക്കിയതിനെ തുടർന്ന് പിന്തിരിഞ്ഞ ആനകൾ പിന്നീട് ചിക്ലായി ഭാഗത്തേക്ക് പോയി. ഇവിടെയും പല വീട്ടുപറമ്പുകളിലെയും കൃഷി നശിപ്പിച്ചിട്ടുണ്ട്. കാട്ടാന ശല്യത്താൽ നാട്ടുകാർ പൊറുതിമുട്ടിയിരിക്കുകയാണ്. പ്രഥമ സംസ്ഥാന ആയുഷ് കായകൽപ പുരസ്കാരത്തിൽ
ആയുർവേദ ആശുപത്രികളിൽ സംസ്ഥാന തലത്തിൽ 4ാം സ്ഥാനത്തെത്തി ചേലക്കര ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി. ഭാരതീയ ചികിത്സാ സമ്പ്രദായം സബ് ജില്ലാ ആശുപത്രികളുടെ പട്ടികയിലാണ് 4ാം സ്ഥാനം നേടിയിട്ടുള്ളത്. 1 ലക്ഷം രൂപയും പുരസ്കാരവുമാണ് ലഭിക്കുക. മാലിന്യ സംസ്കരണം, ശുചിത്വം, മികച്ച സേവനം തുടങ്ങിയ വിവിധ ഘട്ടങ്ങളിലെ പരിഗണനയിൽ ജില്ലാതലത്തിൽ 1ാം സ്ഥാനം നേടിയാണ് സംസ്ഥാന പട്ടികയിൽ ചേലക്കര ആയുർവേദ ആശുപത്രി ഇടം നേടിയത്. സ്പെഷ്യൽ ക്ഷാരസൂത്ര, ഫിസിയോതെറാപ്പി യൂണിറ്റ്, പാലിയേറ്റീവ് യൂണിറ്റ്, ജീവിതശൈലി രോഗചികിത്സ തുടങ്ങിയവയിലെ മികച്ച പ്രവർത്തനങ്ങളാണ് അവാർഡിനായി പരിഗണിച്ചത്. തിരുവനന്തപുരത്തെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ ആരോഗ്യനിലയിൽ മാറ്റമില്ലാതെ തുടരുന്നു. SUT ആശുപത്രിയിലെ തീവ്രപരിചരണത്തിന്റെ വിഭാഗത്തിൽ കഴിയുന്ന VSനെ സർക്കാർ നിയോഗിച്ച തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ വിദഗ്ധ സംഘം കഴിഞ്ഞ ദിവസം സന്ദർശിച്ച് ചികിത്സകൾ വിലയിരുത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കുടുംബാംഗങ്ങളുടെ സാന്നിധ്യത്തിൽ ചേർന്ന അവലോകന യോഗത്തിൽ ഇപ്പോൾ നൽകിവരുന്ന വെന്റിലേറ്റർ സഹായവും ഡയാലിസിസും ഉൾപ്പെടെയുള്ള ചികിത്സകൾ തുടരാനാണ് തീരുമാനം. അതേസമയം ഇന്ന് VSന്റെയും സഹധർമ്മിണി വസുമതിയുടെയും 58ാം വിവാഹ വാർഷികമാണ്. ഇരുവരുടെയും പഴയകാല ഫോട്ടോയും അന്നത്തെ പാർട്ടിയുടെ കല്യാണ ക്ഷണപത്രികയും മകൻ അരുൺകുമാർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു. പ്രതിസന്ധികൾ സമ്മാനിക്കുന്ന വേദനകൾക്കിടയിലും സ്നേഹത്തിന്റെ ഉണർത്തുകൾ, പ്രതീക്ഷകൾ എന്ന വരികളോടെ ഇട്ട പോസ്റ്റിനെ നിരവധി പേരാണ് ആശംസകൾ അറിയിച്ചത്. ഇരിങ്ങാലക്കുട KSRTC ബസ് സ്റ്റാൻഡിനെ 3 കോടിയുടെ പദ്ധതിക്ക് അംഗീകാരമായതായി മന്ത്രി R. ബിന്ദു അറിയിച്ചു. ബസ്സുകൾ പാർക്ക് ചെയ്യുന്നതിനായി ബസ് ബേകളും അതിനു മുകളിലായി ഓഡിറ്റോറിയവും എന്ന നിലയിലാണ് നിർമ്മാണം നടത്തുകയെന്നും മന്ത്രി പറഞ്ഞു. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ നാലമ്പല ദർശനത്തിന്റെ ഭാഗമായി സ്പെഷ്യൽ KSRTC ബസ് സർവീസിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. KSRTC ഇരിങ്ങാലക്കുട യൂണിറ്റിൽ നിന്നും 2 നാലമ്പല സർവീസുകൾ വ്യാഴാഴ്ച മുതൽ ആരംഭിക്കും. രാവിലെ 6 മണിക്കും 6:30നും ഇരിങ്ങാലക്കുട KSRTC സ്റ്റാൻഡിൽ നിന്നുമാണ് യാത്ര ആരംഭിക്കുന്നത്. ഇരിങ്ങാലക്കുട മുനിസിപ്പൽ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് അധ്യക്ഷത വഹിച്ചു. കൂടൽമാണിക്യം ദേവസ്വം ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് ഗോപി, ചാലക്കുടി അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് ഓഫീസർ KJ സുനിൽ, കൗൺസിലർമാരായ സ്മിത കൃഷ്ണകുമാർ, അമ്പിളി ജയൻ, കൂടൽമാണിക്യം ദേവസ്വം ബോർഡ് അഡ്മിനിസ്ട്രേറ്റർ GS രാജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ഇരിങ്ങാലക്കുട നഗരസഭാ പരിധിയിൽ തെരുവു നായ്ക്കൾക്ക് വാക്സിനേഷൻ നടത്താത്തതിൽ പ്രതിഷേധമറിയിച്ച് DYFI. വിഷയത്തിൽ അടിയന്തര നടപടി ആവശ്യപ്പെട്ട് DYFI മാപ്രാണ മേഖലാ കമ്മിറ്റി കത്ത് നൽകി. മേഖലാ സെക്രട്ടറി PM നന്ദുലാൽ, പ്രസിഡന്റ് N. അഭിഷേക് എന്നിവർ ഒപ്പിട്ട കത്ത് നഗരസഭാ ചെയർപേഴ്സണെ കൈമാറി. വാക്സിനേഷൻ നടത്താൻ നഗരസഭയിൽ പണമില്ലെങ്കിൽ പണം സമാഹരിച്ചു നൽകാൻ DYFI തയ്യാറാണെന്ന് സെക്രട്ടറി PM നന്ദുലാൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ചെറിയ കുട്ടികൾ അടക്കം സ്കൂളുകളിലേക്ക് കാൽനടയായി പോകുന്ന സാഹചര്യമുണ്ട്. സ്വാഭാവികമായി മറ്റു നായകളിൽ പോലും ഇതിൻ്റെ ചെറിയ സിംറ്റംസ് കാണിക്കുന്ന നിലയ്ക്കും കൂടി ആളുകൾ അവിടെ പറഞ്ഞിട്ടുണ്ട് പുറത്ത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ നിലയ്ക്ക് അടിയന്തര പ്രാധാന്യത്തോടുകൂടി ഇതിനൊരു നിസ്സാരവൽക്കരിച്ചുകൊണ്ട് മുനിസിപ്പാലിറ്റി ഏറ്റെടുക്കരുതെന്നും കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെയർപേഴ്സൺ പറഞ്ഞിട്ടുള്ളത് നായകൾക്ക് പ്രതിരോധ കുത്തിവയ്പ്പ് ഏറ്റെടുത്തിട്ടുണ്ട് എന്നുള്ള നിലയ്ക്കാണ്. പക്ഷെ അത് വീടുകളിലുള്ള നായകൾക്കാണ് ആ പ്രതിരോധ കുത്തിവയ്പ്പുകൾ കൊടുത്തിട്ടുള്ളത്. നമ്മുടെ നാടിനകത്തുള്ള അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരുപാട് നായകൾ നിലവിലുണ്ട്. പക്ഷേ ആ നായകളെ പ്രതിരോധ കുത്തിവയ്പ്പുകൾ ഏറ്റെടുക്കുന്നതിൽ മുനിസിപ്പാലിറ്റിക്ക് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഏറ്റവും അടിയന്തര പ്രാധാന്യത്തോടുകൂടി ചെയ്യേണ്ടതുണ്ട്. ഫണ്ടില്ല എന്നുള്ള നിലയ്ക്കാണ് ഇവിടുത്തെ അധികാരികൾ നമ്മളോട് പറയുന്നത്. വാഹനത്തിന്റെ മുൻചില്ലിൽ തന്നെ ഫാസ്ടാഗ് സ്ഥാപിക്കണമെന്ന് മുന്നറിയിപ്പ്. ലൂസ് ഫാസ്ടാഗുകൾ സൂക്ഷിക്കുന്ന വാഹനങ്ങളെ കരിമ്പട്ടികയിൽ പെടുത്താനുള്ള നടപടികൾ കർശനമാക്കുമെന്ന് ദേശീയപാത അതോറിറ്റി. വാർഷിക പാസും മൾട്ടി ലെയിൻ ഫ്രീ ഫ്ലോ ടോളിംഗും നടപ്പാക്കാനിരിക്കെ ഫാസ്ടാഗ് സംവിധാനം മെച്ചപ്പെടുത്താനാണ് നടപടിയെന്ന് അധികൃതർ അറിയിച്ചു. ചില വാഹനയുടമകൾ ബോധപൂർവം വിൻഷീൽഡിൽ ഫാസ്ടാഗ് പതിപ്പിക്കാതിരിക്കാറുണ്ട്. ഇത് ടോൾ പിരിവിന്റെ താളം തെറ്റിക്കുന്നതായും വാഹനങ്ങൾ വൈകി ഗതാഗതക്കുരുക്കിന് കാരണമാകുന്നതായും കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയം ചൂണ്ടിക്കാട്ടുന്നു. ലൂസ് ഫാസ്ടാഗുകൾ കണ്ടാൽ ഉടനടി റിപ്പോർട്ട് ചെയ്യാൻ ടോൾ പിരിവ് ഏജൻസികൾക്ക് NHAI നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിനായി പ്രത്യേക ഇമെയിൽ ID-യും ഏർപ്പെടുത്തി. ഇത്തരം ഫാസ്ടാഗുകളെ കരിമ്പട്ടികയിൽപ്പെടുത്തുന്ന നടപടിയെടുക്കുമെന്നും അധികൃതർ അറിയിച്ചു. ടോൾ പ്ലാസകളിൽ കാലതാമസമുണ്ടാകുന്നത് മറ്റു യാത്രക്കാർക്ക് ബുദ്ധിമുട്ടാകുമെന്നതിനാൽ മുൻചില്ലിൽ തന്നെ ഫാസ്ടാഗ് സ്ഥാപിക്കണമെന്ന് കഴിഞ്ഞ വർഷം NHAI ആവശ്യപ്പെട്ടിരുന്നു. ടോൾ പിരിവ് ഡിജിറ്റലാക്കിയതോടെ ഫാസ്ടാഗ് 98% വാഹനങ്ങളിലും സ്ഥാപിച്ചിട്ടുണ്ടെന്നാണ് കണക്ക്.
ടോളിന് പകരം വാർഷിക പാസ് ഏർപ്പെടുത്തുന്നത് അടുത്ത മാസം മുതൽ നടപ്പിലായേക്കും. 3000 രൂപയുള്ള വാർഷിക പാസ്സാണിത്. സ്വകാര്യ വാഹനങ്ങൾക്കാണ് പാസ് നൽകുക. 1 വർഷം വരെ അല്ലെങ്കിൽ 200 യാത്രകൾക്ക് വരെ പാസ് ഉപയോഗിക്കാനാകും. TCV തൃശൂർ. വടക്കാഞ്ചേരിയിൽ പഴയ പ്രദർശന ബോർഡുകൾ ഗതാഗതത്തിനും കാൽനട യാത്രക്കാർക്കും ഭീഷണിയായതായി പരാതി. വടക്കാഞ്ചേരി ടൗണിലും ഓട്ടുപാറയിലും വഴിയോരങ്ങളിലും ഏതു നിമിഷവും വീഴാവുന്ന പ്രദർശന ബോർഡുകളാണ് ഉള്ളത്. വഴിയോരങ്ങളിലേക്ക് തള്ളി നിൽക്കുന്ന ബോർഡുകൾ നീക്കം ചെയ്യാൻ അധികൃതർ നടപടിയെടുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ശക്തമായ മഴയിലും കാറ്റിലും ബോർഡുകൾ റോഡിലേക്ക് വീഴാനുള്ള സാധ്യത കൂടുതലാണ്. കഴിഞ്ഞ ദിവസം നടന്നു പോകുകയായിരുന്ന വിദ്യാർത്ഥിനിയുടെ മുന്നിലേക്ക് പരസ്യ ബോർഡ് വീണിരുന്നു. തടനാഴിലേക്കാണ് വിദ്യാർത്ഥി രക്ഷപ്പെട്ടത്. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഹൃദയ ശസ്ത്രക്രിയ നിർത്തിവെച്ചതിനെ ഉത്തരവാദികളായവരെ സർവീസിൽ നിന്നും പുറത്താക്കണമെന്നും അന്വേഷണ സമിതി റിപ്പോർട്ട് പുറത്തുവിടണമെന്നും KPCC സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത് ആവശ്യപ്പെട്ടു. ജൂൺ 10 മുതൽ ഹൃദയ ശസ്ത്രക്രിയ മുടങ്ങിയിരിക്കുകയാണ്. ശസ്ത്രക്രിയയ്ക്ക് തീയതി നിശ്ചയിച്ച 50ഓളം രോഗികളുടെ കാത്തിരിപ്പ് അനിശ്ചിതമായി നീളുകയാണ്. പാവപ്പെട്ട രോഗികളുടെ ജീവൻ നിലനിർത്താൻ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനും ആരോഗ്യവകുപ്പ് മന്ത്രിക്കും കത്ത് നൽകിയതായി രാജേന്ദ്രൻ അരങ്ങത്ത് പറഞ്ഞു. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. ജൻശിക്ഷൺ സംസ്ഥാൻ തൃശൂരിന്റെ സ്ഥാപക ദിനാചരണത്തോടനുബന്ധിച്ച് നടത്തുന്ന കോൺവക്കേഷൻ സെറിമണിയും യൂത്ത് സ്കിൽ ഡേ ആഘോഷവും തൃശൂർ ഗവൺമെന്റ് മോഡൽ സ്കൂളിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. JSS ചെയർപേഴ്സൺ സുനിത പ്രമോദ് അധ്യക്ഷയായിരുന്നു. സുധ സോളമൻ, TG അഭിജിത്ത്, ബിന്ദു ആര്യൻ എന്നിവർ പങ്കെടുത്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മേത്തല വെസ്റ്റ് യൂണിറ്റ് കൺവെൻഷനും നവാഗതരായ അംഗങ്ങൾക്ക് സ്വീകരണവും നടന്നു. കൺവെൻഷൻ VK ജോഷി ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് സെക്രട്ടറി CG രവീന്ദ്രൻ അധ്യക്ഷനായി. ബ്ലോക്ക് സെക്രട്ടറി NAM അഷ്റഫ്, S ജയൻ, KS സലിം രാജ്, VM ഭാസ്കരൻ, MA ഉഷാദേവി, K രാജഗോപാലൻ എന്നിവർ സംസാരിച്ചു. ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ് കോളേജിൽ നടക്കുന്ന 2ാമത് അന്തർദേശീയ പരിസ്ഥിതി ചലച്ചിത്രമേളയ്ക്ക് കൊടിയേറി. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു കൊടിയേറ്റം നിർവഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഫെനി എബിൻ വെള്ളാനിക്കാരൻ, കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ ബെസി, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ എലൈസ, ചലച്ചിത്രമേളയുടെ കോർഡിനേറ്റർ പ്രൊഫസർ ലിറ്റി ചാക്കോ തുടങ്ങിയവർ പങ്കെടുത്തു. ഈ മാസം 18, 19 തീയതികളിലാണ് ചലച്ചിത്രോത്സവം. കേരള സർവകലാശാല ആർക്കിയോളജി വിഭാഗം മേധാവിയായിരുന്ന ഡോക്ടർ പ്രീത നായർ രചിച്ച വിസ്മയകരമായി തീർത്ത ദാരുശില്പങ്ങൾ എന്ന പുസ്തകത്തെക്കുറിച്ച് വടക്കാഞ്ചേരി ശ്രീ കേരളവർമ്മ പബ്ലിക് ലൈബ്രറിയിൽ പ്രഭാഷണം നടന്നു. എഴുത്തുകാരൻ ഡോക്ടർ TS നായർ ഉദ്ഘാടനം ചെയ്തു. ലൈബ്രറി പ്രസിഡന്റ് V മുരളി അധ്യക്ഷനായി. ഡോക്ടർ പ്രീത നായർ രചിച്ച ശില്പകല ഗവേഷണ സംബന്ധമായ പുസ്തകം ലൈബ്രറി സെക്രട്ടറി G സത്യൻ ഏറ്റുവാങ്ങി. PK സദാശിവൻ, PK സുബ്രഹ്മണ്യൻ, KO വിൻസെന്റ്, അനിത ഗോപകുമാർ, P ധന്യ തുടങ്ങിയവർ സംസാരിച്ചു. ഘൃതു അന്താരാഷ്ട്ര പരിസ്ഥിതി ചലച്ചിത്രമേളയുടെ 2ാം പതിപ്പ് വെള്ളി ശനി ദിവസങ്ങളിൽ ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ് കോളേജിൽ നടക്കും. തൃശൂർ ചലച്ചിത്ര കേന്ദ്ര, ഇരിങ്ങാലക്കുട ഫിലിം സൊസൈറ്റി, ഇന്ദുചൂടൻ ഫൗണ്ടേഷൻ എന്നിവരാണ് മേളയിലെ മുഖ്യ പങ്കാളികൾ. വ്യാഴാഴ്ച നടക്കുന്ന കാളിക ഫാഷൻ ഷോയോടുകൂടി ചലച്ചിത്രമേളയ്ക്ക് തുടക്കമാകും. ചലച്ചിത്രമേള ഔദ്യോഗിക ഉദ്ഘാടനം വെള്ളിയാഴ്ച സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ നിർവഹിക്കും. അരവിന്ദ് മോഹൻരാജ് സംവിധാനം ചെയ്ത കാട് ഓങ്കൽ ആണ് ഉദ്ഘാടന ചിത്രം. 20ഓളം ചിത്രങ്ങൾ മേളയുടെ ഭാഗമായി പ്രദർശിപ്പിക്കും. രാവിലെ 9:30 മുതൽ വൈകിട്ട് 6 വരെയാണ് പ്രവേശനം. വാർത്താ സമ്മേളനത്തിൽ കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ സിസ്റ്റർ ബ്ലെസി, ഫെസ്റ്റിവൽ ഡയറക്ടർ ലിറ്റി ചാക്കോ, സംഘാടക സമിതി വൈസ് ചെയർമാൻമാരായ
ചെറിയാൻ ജോസഫ്, PK ഭരതൻ, സ്റ്റുഡന്റ് കോർഡിനേറ്റർ ഗൗരി എന്നിവർ പങ്കെടുത്തു. എഴുത്തുകാരൻ CP രാജശേഖരന്റെ സ്മരണാർത്ഥം CPR ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ ഓഗസ്റ്റിൽ പാൻ ഇന്ത്യ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ തൃശൂരിൽ സംഘടിപ്പിക്കും. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിൽ നിന്നുള്ള ഷോർട്ട് ഫിലിമുകളാണ് പ്രദർശിപ്പിക്കുക. ഓരോ ഭാഷയിലുമുള്ള മികച്ച ചിത്രങ്ങൾക്ക് 1 ലക്ഷം രൂപ വീതം ക്യാഷ് അവാർഡ് സമ്മാനിക്കും. സെപ്റ്റംബർ 14 തൃശൂരിൽ നടക്കുന്ന ചടങ്ങിൽ അവാർഡുകൾ വിതരണം ചെയ്യും. അവാർഡ് നൈറ്റ് ചലച്ചിത്ര സംവിധായകൻ തരുൺ മൂർത്തിയും നിർമ്മാതാവ് സന്ദീപ് സേനനും ചേർന്ന് ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ രാജ്കീർത്തി, ഡോക്ടർ സന്ധ്യ മേനോൻ എന്നിവർ പങ്കെടുത്തു. ശതാഭിഷിക്തനാകുന്ന സാമൂഹ്യ സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തകൻ OP ബാലൻ മേനോനെ തൃശൂർ പൗരാവലി ആദരിക്കും. തൃശൂർ പൗരാവലിയുടെ നേതൃത്വത്തിൽ ഈ മാസം 19, 20 തീയതികളിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. 19 ഉച്ചതിരിഞ്ഞ് 3 തൃശൂർ വിവേകോദയം സ്കൂളിൽ ശിശു സംരക്ഷണ മേഖലയിലെ ഇന്നത്തെ പ്രശ്നങ്ങൾ, പരിഹാരം, മാർഗനിർദ്ദേശങ്ങൾ ഈ വിഷയത്തെ ആസ്പദമാക്കി സെമിനാർ സംഘടിപ്പിക്കും. ഞായറാഴ്ച ചിന്മയ നീരാഞ്ജലി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ആദരം ചടങ്ങ് P. ബാലചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് 4:30 നടക്കുന്ന സമാപന സമ്മേളനം റവന്യൂ മന്ത്രി K. രാജൻ ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ ആഘോഷ സമിതി അംഗങ്ങളായ ശ്രീധരൻ തേറമ്പിൽ, K. രാധാകൃഷ്ണൻ, K. നന്ദകുമാർ, CK കുട്ടിശങ്കരൻ എന്നിവർ പങ്കെടുത്തു. കളക്ടറുടെ നിർദ്ദേശം നടപ്പായില്ല. റോഡരികിൽ സുരക്ഷ ഒരുക്കിയില്ലെന്ന് വരന്തരപ്പിള്ളി പഞ്ചായത്തിനെതിരെ പരാതി. വിദ്യാർത്ഥികളടക്കം നിരവധി പേർ ദിനംപ്രതി സഞ്ചരിക്കുന്ന ഇഞ്ചക്കുണ്ട് കൽക്കുഴി റോഡരികിൽ പാറമടയുള്ള ഭാഗത്ത് സുരക്ഷാ സംവിധാനം ഒരുക്കണമെന്ന ആവശ്യത്തിനു നേരെ അധികൃതർ മുഖം തിരിക്കുന്നതായാണ് പരാതി. അപകടാവസ്ഥ ചൂണ്ടിക്കാണിച്ച് മനുഷ്യാവകാശ പ്രവർത്തകൻ KG രവീന്ദ്രനാഥ് ജില്ലാ കളക്ടർക്ക് നൽകിയ നിവേദനത്തെ തുടർന്ന് ആവശ്യമായ നടപടിയെടുക്കാൻ വരന്തരപ്പിള്ളി പഞ്ചായത്ത് അധികൃതർക്ക് കളക്ടർ നിർദ്ദേശം നൽകിയെങ്കിലും മാസങ്ങൾ പിന്നിട്ടിട്ടും നടപടിയുണ്ടായില്ലെന്ന് KG രവീന്ദ്രനാഥ് പറയുന്നു. ഇഞ്ചക്കുണ്ട് കൽക്കുടി റോഡിന് സമീപമുള്ള കരിങ്കൽ ക്വാറിക്ക് ക്രാഷ് ഗാർഡ് കെട്ടി സംരക്ഷണ ഭിത്തി ഒരുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കളക്ടർക്ക് ഞാനൊരു പരാതി കൊടുത്തിരുന്നു. സമാനമായ രീതിയിൽ പഞ്ചായത്തിന് പരാതി കൊടുത്തിരുന്നു. 3 മാസമായി ഇതുവരെ നാളിതുവരെ യാതൊരു നടപടി എടുത്തിട്ടില്ല. കളക്ടർ ഉത്തരവിച്ചിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നടപടിയെടുത്ത് പരാതിക്കാരന് മറുപടി കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പഞ്ചായത്തിൽ നിന്ന് ശാശ്വതമായ പരിഹാരം കിട്ടാത്തതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന പഞ്ചായത്ത് ഡയറക്ടർക്കും അതുപോലെ പഞ്ചായത്ത് മിനിസ്ട്രേബി രാജേഷ് അവറുകൾക്കും സംസ്ഥാന ബാലാവകാശ കമ്മീഷനും പരാതി കൊടുത്തിട്ടുണ്ട്. മറ്റത്തൂർ വരന്തരപ്പള്ളി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന കൽക്കുഴി റോഡിന്റെ അരികിലാണ് ആഴമേറിയ പാറമടയുള്ളത്. റോഡിലെ ഇറക്കമുള്ള ഭാഗത്താണ് വെള്ളം നിറഞ്ഞുകിടക്കുന്ന ഈ പാറമടയുള്ളത്. ദുർബലമായ കമ്പിവേലി മാത്രമാണ് റോഡരികിലുള്ളത്. റെയിൽ ഗാർഡ് പോലുള്ള ഉറപ്പേറിയ സുരക്ഷാ സംവിധാനം ഇവിടെ സ്ഥാപിക്കണമെന്നാണ് KG രവീന്ദ്രനാഥ് ആവശ്യപ്പെടുന്നത്. ഈ ആവശ്യം ഉന്നയിച്ച് ബാലാവകാശ കമ്മീഷൻ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എന്നിവർക്കും രവീന്ദ്രനാഥ് നിവേദനം നൽകിയിട്ടുണ്ട്. TCV ന്യൂസ്, കൊടകര. ഇതര സംസ്ഥാന വിദ്യാഭ്യാസ ലോബിക്കു വേണ്ടി കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ പണയം വയ്ക്കുന്ന മന്ത്രി R. ബിന്ദു രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് KSU പ്രവർത്തകർ പെരുമ്പിലാവിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി. മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സ്വപ്ന രാമചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. KSU കുന്നംകുളം നിയോജക മണ്ഡലം പ്രസിഡന്റ് അക്ഷയ് വളരക്കാട് അധ്യക്ഷനായി. കടവല്ലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഫൈസൽ കാഞ്ഞിരപ്പള്ളി, KSU തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ, യൂത്ത് കോൺഗ്രസ് കുന്നംകുളം നിയോജക മണ്ഡലം പ്രസിഡന്റ് മഹേഷ് തിപ്പിലശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. പ്രതിഷേധ പ്രകടനത്തിൽ അധ്യക്ഷത വഹിക്കുന്ന ശാസ്ത്ര അധ്യാപകരുടെ കൊടുങ്ങല്ലൂർ ഉപജില്ലാതല ശില്പശാല KKTM GHSSൽ നടന്നു. കൊടുങ്ങല്ലൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ P. മൊയ്തീൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. BRC മതിലകം BPC NC പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. സയൻസ് മാരത്തോൺ പോസ്റ്റർ പ്രകാശനം കൊടുങ്ങല്ലൂർ നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല പണിക്കശ്ശേരി, എറിയാട് പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നജ്മൽ ഷഗീർ എന്നിവർ ചേർന്ന് നിർവഹിച്ചു. കൊടുങ്ങല്ലൂർ BPC PM മോഹൻരാജ് സംസാരിച്ചു. സ്കൂൾ ഇന്നോവേഷൻ മാരത്തോൺ ദേശീയ തലത്തിൽ ടോപ്പ് 1000 ലിസ്റ്റിൽപ്പെട്ട GKVHSS എറിയാട് സ്കൂളിലെ മുഹമ്മദ് നൈബ് തന്റെ അനുഭവം പങ്കുവച്ചു. വിവാഹം കഴിച്ച് അതിനുശേഷം ഈ വിഷം കൊടുത്ത് കൊലപ്പെടുത്തിയത് അത്
ജീവനക്കാരുടെ കുടിശ്ശികയായ DA അനുവദിക്കണമെന്ന് KSRTC എംപ്ലോയീസ് അസോസിയേഷൻ ഗുരുവായൂർ യൂണിറ്റ് സമ്മേളനം ആവശ്യപ്പെട്ടു. CITU ചാവക്കാട് ഏരിയ സെക്രട്ടറി AS മനോജ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് G നിഖിൽ രാത് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി KK ഷിജു, സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിനു മോൻ, ജില്ലാ സെക്രട്ടറി പ്രബിൻ പ്രഭാകരൻ, MM നൌഫൽ, AG സിന്ധു തുടങ്ങിയവർ സംസാരിച്ചു. ഡിപ്പോ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് പ്രധാന പങ്ക് വഹിച്ച ATO KP രാധാകൃഷ്ണൻ, ADE KK നിബു എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ഗാരേജിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുക, പിരിച്ചുവിട്ട ബദൽ ജീവനക്കാരെയും CLR ജീവനക്കാരെയും തിരിച്ചെടുക്കുക തുടങ്ങി കാര്യങ്ങളും സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. കൊടകര പേരാമ്പ്ര സെന്റ് ലിയോബസ് സ്കൂളിൽ ഇൻവെസ്റ്റർ സെറിമണിയും മെറിറ്റ് ഡേയും സംയുക്തമായി സംഘടിപ്പിച്ചു. കേണൽ KV പോൾ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ സിസ്റ്റർ ലിയോബ ആലപ്പാട്ട് അധ്യക്ഷത വഹിച്ചു. ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും അവരുടെ രക്ഷിതാക്കളെയും അനുമോദിച്ചു. പ്രിൻസിപ്പൽ സിസ്റ്റർ ജെയിൻ മാത്യു സമ്മാനദാനം നിർവഹിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് എടക്കഴിയൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് മുന്നിൽ UDF പുന്നയൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ നടത്തി. DCC സെക്രട്ടറി MV ഹൈദരലി ഉദ്ഘാടനം ചെയ്തു. UDF പഞ്ചായത്ത് ചെയർമാൻ IP രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ആശുപത്രിയിൽ കുട്ടികൾക്ക് OP ടിക്കറ്റ് സൗജന്യമായി നൽകിയിരുന്നത് തുടരുക, ചന്ദനമരം മുറിച്ചു കടത്തിയ പ്രതികളെ പിടികൂടുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തിയത്. മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് RP ബഷീർ, KK ഷുക്കൂർ, C അഷ്റഫ് തുടങ്ങിയവർ സംസാരിച്ചു. കാട്ടൂർ മിനി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിന് മുന്നിൽ ജനകീയ കുടിവെള്ള സംരക്ഷണ സമിതി നടത്തുന്ന റിലേ നിരാഹാരം 10ാം ദിവസത്തിലേക്ക് കടന്നു. മിനി ഇൻഡസ്ട്രിയിൽ പ്രവർത്തിക്കുന്ന കമ്പനികളിൽ നിന്നുള്ള രാസമാലിന്യം പ്രദേശത്ത് കുടിവെള്ള സ്രോതസ്സുകളെ മലിനമാക്കുന്നുവെന്ന് ആരോപിച്ചാണ് പ്രദേശവാസികൾ സമരം നടത്തുന്നത്. 10ാം ദിവസമായ ഇന്ന് നടന്ന കൂട്ടനിരാഹാര സമരം കേരള കോൺഗ്രസ് ഡെപ്യൂട്ടി ചെയർമാൻ തോമസ് ഉണ്ണിയാടൻ ഉദ്ഘാടനം ചെയ്തു. സമരസമിതി പ്രസിഡന്റ് അരുൺ വൻപറമ്പിൽ, സമിതി സെക്രട്ടറിയും പഞ്ചായത്ത് അംഗവുമായ മോളി പിയൂസ് തുടങ്ങിയവർ സംസാരിച്ചു. സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ സമരപ്പന്തലിൽ എത്തി. വ്യാഴാഴ്ച ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ കാട്ടൂർ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തും. പൂക്കോട് കരുവാപ്പടി റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് CPM അളഗപ്പ നഗർ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡിൽ റീത്ത് വെച്ച് പ്രതിഷേധിച്ചു. കരുവാപ്പടിയിൽ നടന്ന പ്രതിഷേധ ധർണ കൊടകര ഏരിയ കമ്മിറ്റി അംഗം EK അനൂപ് ഉദ്ഘാടനം ചെയ്തു. PK ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു. PK വിനോദൻ, CR രാജേഷ്, KN ബിജു, PS പ്രീജു, PN വിനീഷ് എന്നിവർ സംസാരിച്ചു. മതിലകം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് CM ജുഗ്നു അധ്യക്ഷത വഹിച്ചു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ, ജില്ലാ പഞ്ചായത്ത് അംഗം സുഗത ശശിധരൻ, മതിലകം പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു. നമ്മുടെ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നമ്മുടെ ഈ പരിപാടി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ പരിപാടിയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് എത്രയോ ആളുകളാണ് എന്നെ വിളിച്ചതെന്ന് അറിയാം. ആളുകൾ വിളിച്ചു ചോദിച്ചു, പക്ഷേ സെന്റ് ജോസഫിലെ പരിപാടി എങ്ങനെയാണ്? മാനേജർ ഫാദർ സൈജൻ കളത്തിൽ, അതുപോലെ തന്നെ ജോജി മാഷ്, സജീവ് മാഷ് ഉൾപ്പെടെയുള്ള ടീം. കുട്ടികളിലെ പാഠ്യേതര മികവുകൾ പരിപോഷിപ്പിക്കുന്നതിനായി കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടി തമ്പുരാട്ടി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആർട്ടോറിയം തുടർന്നു. ക്രാഫ്റ്റ് ഉൾപ്പെടെയുള്ള കരകൗശല പ്രവർത്തനങ്ങൾ പരിശീലിപ്പിക്കുകയാണ് ആർട്ടോറിയത്തിലെ ലക്ഷ്യം. വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ സഹകരണത്തോടെയാണ് ആർട്ടോറിയം ഒരുക്കിയത്. നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത ആർട്ടോറിയം ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് PB രഘു അധ്യക്ഷത വഹിച്ചു. ഹെഡ് മിസ്റ്റേഴ്സ് ഷൈനി ആൻഡോ, SMC ചെയർമാൻ നവാസ് പടിവിങ്ങൽ, ഭരതൻ മാസ്റ്റർ, സീനിയർ അസിസ്റ്റന്റ് M സീന എന്നിവർ സംസാരിച്ചു. അതിന് ഇവിടുത്തെ ടീച്ചർമാരുടെ ഉത്സാഹത്തോടെയുള്ള പ്രവർത്തനം ഒരു
വ്യാപാരി വ്യവസായി ഏകോപന സമിതി 3 പീടിക യൂണിറ്റ് 51ാമത് വാർഷിക പൊതുയോഗം നടത്തി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് MKM ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ട്രഷറർ ജോയ് മുത്തേടൻ, ഭാരവാഹികളായ KR സത്യൻ, ട്രഷറർ കമറുൽ ഹക്ക്, MB മുബാറക്, MR സച്ചിദാനന്ദൻ, UY ഷമീർ തുടങ്ങിയവർ സംസാരിച്ചു. മുല്ലശ്ശേരി പഞ്ചായത്തിലെ 1ാം വാർഡ് തിരുനെല്ലൂരിൽ സഖാവുപടി റോഡ് പൊതുജനങ്ങൾക്ക് തുറന്നു നൽകി. മുരളി പെരുന്നല്ലി MLA റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. MLAയുടെ പ്രത്യേക വികസന നിധിയിൽ നിന്നും 12 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് റോഡ് നിർമ്മിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് ദിൽന ദനേഷ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP ആലി, വാർഡ് മെമ്പർ റഹീസ നാസർ തുടങ്ങിയവർ സംസാരിച്ചു. വെങ്കിടങ്ങ് പഞ്ചായത്ത് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ റാലി നടത്തി. പഞ്ചായത്ത് പരിസരത്തു നിന്നും ആരംഭിച്ച ലഹരിവിരുദ്ധ റാലി വെങ്കിടങ്ങ് സെന്ററിൽ സമാപിച്ചു. പെൻഷനേഴ്സ് യൂണിയൻ ബ്ലോക്ക് പ്രസിഡന്റ് RP റഷീദ് ബോധവൽക്കരണ റാലി ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പ്രസിഡന്റ് MC ലാസർ അധ്യക്ഷനായി. CR മാത്യു, KR ജോർജ്, K അബ്ദുറഹ്മാൻ, ജോസേന മക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. റോട്ടറി ക്ലബ്ബ് ഓഫ് തൃശൂർ മെട്രോയുടെ പ്രസിഡന്റായി ജോസ് പുതുക്കാടൻ ചുമതലയേറ്റു. പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം പ്രൗഢഗംഭീരമായ ചടങ്ങുകളോടെ ചെമ്പൂക്കാവ് റോട്ടറി ക്ലബ്ബ് ഹാളിൽ നടന്നു. റോട്ടറി ക്ലബ്ബ് മുൻ ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ പ്രകാശ് ചന്ദ്രൻ സത്യപ്രതിജ്ഞയ്ക്കും സ്ഥാനാരോഹണത്തിനും നേതൃത്വം നൽകി. ചടങ്ങിൽ MI പോളി സെക്രട്ടറിയായും ജോർജ് വർഗീസ് ട്രഷററായും ചുമതലയേറ്റു. മുൻ പ്രസിഡന്റ് റോയ് കൂള, മുൻ സെക്രട്ടറി ഗ്രിഗറിൻ വടക്കൻ തുടങ്ങിയവർ സംസാരിച്ചു. സ്ഥാനാരോഹണ ചടങ്ങിന് മുന്നോടിയായി റോട്ടറി ക്ലബ്ബ് ഓഫ് തൃശൂർ മെട്രോയും എക്സ്പ്രഷൻസ് മീഡിയയുടെ ഫെയിം ഫോക്കസ് പ്ലാറ്റ്ഫോമും ചേർന്ന് സംഘടിപ്പിച്ച 5 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ഫാഷൻ ഇനീഷ്യേറ്റീവ് ലിറ്റിൽ കിങ് ആൻഡ് ലിറ്റിൽ ക്വീൻ ഷോയിലൂടെ സേ നോ ടു ഡ്രഗ്സ് ക്യാമ്പയിന് തുടക്കം കുറിച്ചു. ഗ്ലോബൽ തലത്തിൽ 40-ലധികം ആഗോള സംഘടനകളുടെ നേതൃത്വം വഹിക്കുകയും ബഹ്റൈനിലെ ഇന്റർനാഷണൽ ഹോസ്പിറ്റാലിറ്റി ബ്രാൻഡായ ഇന്റർ കോണ്ടിനെന്റൽ ഹോട്ടൽ ഗ്രൂപ്പിൽ ഏരിയ ചീഫ് എഞ്ചിനീയറായി സേവനമനുഷ്ഠിക്കുകയും ചെയ്തിട്ടുള്ള റൊട്ടേറിയൻ ജോസ് പുതുക്കാടന്റെ നേതൃത്വത്തിൽ റോട്ടറി ക്ലബ്ബ് ഓഫ് തൃശൂർ മെട്രോ മികവാർന്ന പ്രവർത്തനങ്ങളുടെ അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. മനക്കുടി പോസ്റ്റ് ഓഫീസിൽ നിന്ന് തപാൽ ഉരുപ്പടികൾ മേൽവിലാസക്കാർക്ക് വിതരണം ചെയ്യാൻ മാസങ്ങളോളം വൈകുന്നതായി ആക്ഷേപം. അത്യാവശ്യ തപാലുകൾ സമയത്തിന് കിട്ടാതെ വലഞ്ഞ് നാട്ടുകാർ. 20 വർഷത്തോളം സേവനമനുഷ്ഠിച്ച പരിചയസമ്പന്നനായ പോസ്റ്റ്മാനെ പിരിച്ചുവിട്ടതിനെ തുടർന്നാണ് മനക്കുടി പോസ്റ്റ് ഓഫീസിൽ നിന്നുള്ള തപാൽ വിതരണത്തിന് മാസത്തോളം കാലതാമസം നേരിടുന്നത്. പിരിച്ചുവിട്ട പോസ്റ്റ്മാന് പകരം 2 പേരെ താൽക്കാലികമായി നിയമിച്ചെങ്കിലും അവർക്ക് സ്ഥലത്തെയോ മേൽവിലാസക്കാരെയോ കുറിച്ച് യാതൊരു ധാരണയുമില്ല. ഇതുമൂലം വിതരണം ചെയ്യേണ്ട രജിസ്റ്റേർഡ് ഉൾപ്പെടെയുള്ള തപാൽ ഉരുപ്പടികളെല്ലാം പോസ്റ്റ് ഓഫീസിൽ കെട്ടിക്കിടക്കുകയാണ്. ജനങ്ങളിലേക്ക് എത്തുന്ന പോസ്റ്റൽ കാര്യങ്ങൾ, അതായത് ഇന്റർവ്യൂ കാർഡുകൾ, സംഘങ്ങളുടെ തെരഞ്ഞെടുപ്പ് ബന്ധപ്പെട്ട അറിയിപ്പുകൾ, പാടശേഖര സമിതികളുടെ അറിയിപ്പുകൾ, ഇതൊന്നും കിട്ടാത്ത കുറേ പോസ്റ്റൽ കാര്യങ്ങൾ അവിടെ കെട്ടിക്കിടക്കുന്ന കാഴ്ചയാണ് നേരിട്ട് കാണാൻ സാധിച്ചിട്ടുള്ളത്. ഇത് പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റുമായി ഫോണിൽ സംസാരിക്കുകയും പുതിയ ആളുകൾ നിലവിൽ വരുന്നുണ്ടെന്ന് അറിയിക്കുകയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഈ സംവിധാനം 2 മാസക്കാലം ഉള്ള പോസ്റ്റൽ സംവിധാനം എത്രയും പെട്ടെന്ന് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതിനുള്ള നടപടികൾ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് സൂപ്രണ്ട് എത്രയും വേഗം കൈക്കൊള്ളണമെന്ന് ഈ അവസരത്തിൽ പറയുന്നു. 5 വാർഡുകളിലെ 2000-ഓളം കുടുംബങ്ങളും മറ്റു സ്ഥാപനങ്ങളും മനക്കുടി പോസ്റ്റ് ഓഫീസിന്റെ പരിധിയിലുണ്ട്. ജൂൺ 1 മുൻപായി കിട്ടേണ്ട പ്രധാനപ്പെട്ട തപാൽ കഴിഞ്ഞയാഴ്ചയാണ് കിട്ടിയതെന്ന് വാർഡംഗം രാകേഷ് പറഞ്ഞു. തപാൽ ഉരുപ്പടികൾ വിതരണം ചെയ്യാതെ കെട്ടിക്കിടക്കുകയാണെന്ന പരാതി വ്യാപകമായതിനെ തുടർന്ന് അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ, അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയകുമാർ, വാർഡംഗം K രാകേഷ് തുടങ്ങിയവർ മനക്കുടി പോസ്റ്റ് ഓഫീസ് സന്ദർശിച്ച് പ്രശ്നം അടിയന്തരമായി പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. TCV തൃശൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. ബൈക്ക് യാത്രികരുടെ ദേഹത്ത് ചെളിതെറിച്ചെന്നാരോപിച്ച് ബസ് ഡ്രൈവർക്ക് മർദ്ദനം. കൊടുങ്ങല്ലൂർ പറവൂർ റൂട്ടിൽ സ്വകാര്യ ബസ്സുകളുടെ മിന്നൽ പണിമുടക്ക്.
തെരുവുനായ പ്രശ്നത്തിൽ ദയാവധം നടത്താമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ്. രോഗബാധിതമായ നായ്ക്കളെ ദയാവധം നടത്താൻ സർക്കാർ അനുമതി നൽകി. തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ഡിജിപിയുടെ റിപ്പോർട്ട് ശരിവെച്ച് ആഭ്യന്തര സെക്രട്ടറി. എഡിജിപി എം അജിത് കുമാറിനെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് ആഭ്യന്തര സെക്രട്ടറി മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് കൈമാറി. പാർട്ടി നേതൃത്വവുമായി ഇടഞ്ഞ സി മുകുന്ദൻ MLA അനുനയിപ്പിക്കാൻ CPI നേതൃത്വം. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം സി മുകുന്ദനുമായി ചർച്ച നടത്തി. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. 4 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് പരിക്കേറ്റു. രാമായണ പുണ്യവുമായി നാളെ കർക്കിടകം 1. വടക്കുനാഥ ക്ഷേത്രത്തിൽ ആനയൂട്ട് നാളെ നടക്കും. ഊട്ടിൽ പങ്കെടുക്കുന്നത് 60ഓളം ആനകൾ. ആനയൂട്ട് TCVL തത്സമയം. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം അതിശക്ത മഴയ്ക്ക് സാധ്യത. ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലർട്ട്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.